ഇപ്പോൾ SSLC റിസൾട്ട് വന്ന് +1 അലോട്ട്മെന്റിനായിട്ട് വെയിറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് മെയ് 14 മുതൽ +1 അലോട്ട്മെന്റ് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങളുടെ കയ്യിൽ കരുതേണ്ട ചില രേഖകളുണ്ട്. അത് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് നിങ്ങളുടെ മാർക്ക് ലിസ്റ്റാണ്. നിങ്ങളുടെ മാർക്ക് ലിസ്റ്റ് നിങ്ങളുടെ കൈമ കരുതാം, അല്ലെങ്കിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ പറഞ്ഞു കൊടുത്താലും ഓട്ടോമാറ്റിക്കായിട്ട് അതിലേക്ക് എന്താ ആഡ് ആയിക്കോളും, മാർക്ക് ആഡ് ആയിക്കോളും. നിങ്ങൾ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഒരു വാലിഡ് ആയിട്ടുള്ള മൊബൈൽ നമ്പർ, അതായത് നിങ്ങൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ കട്ടാവാത്ത വാലിഡ് ആയിട്ടുള്ള വിളിച്ചാൽ കിട്ടുന്ന, മെസ്സേജ് അയച്ചാൽ കിട്ടുന്ന ഒരു വാലിഡ് ആയിട്ടുള്ള മൊബൈൽ നമ്പർ നിങ്ങൾ നിർബന്ധമായിട്ടും കൊടുത്തിരിക്കണം. ഈ മൊബൈൽ നമ്പറിന്റെ മിസ്റ്റേക്ക് ഒരുപാട് തവണ കഴിഞ്ഞ വർഷം നമ്മൾ കണ്ടിട്ടുണ്ട്. കുട്ടികൾ എന്ത് ചെയ്യും, റീചാർജ് ചെയ്യാത്ത അല്ലെങ്കിൽ വിളിച്ചാൽ കിട്ടാത്ത മൊബൈൽ നമ്പർ കൊടുത്ത് അത് ഒരുപാട് ഇഷ്യൂസിന് കാരണമായിട്ടുണ്ട്. മൊബൈൽ നമ്പർ എപ്പോഴും വാലിഡ് ആയിരിക്കണം. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കുന്ന കാര്യം, നിങ്ങൾ ഒരു ഐഡിയും പാസ്വേഡും വെച്ചിട്ടാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുക, +1 വേണ്ട അപ്ലിക്കേഷൻ അപ്ലൈ ചെയ്യാൻ ലോഗിൻ ചെയ്യാൻ പറ്റുക. ആ ഐഡിയും പാസ്വേഡും നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കണം. അത് നിങ്ങൾ നിർബന്ധമായിട്ട് ഓർത്തിരിക്കുക. അത് മറന്നു പോകരുത്. അത് മറന്നു പോയാൽ പിന്നെ നിങ്ങൾക്ക് വീണ്ടും ലോഗിൻ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരും. അപ്പോൾ നിങ്ങൾ അക്ഷയ പോയിട്ടാണോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു കമ്പ്യൂട്ടർ സെൻറ്ററിൽ പോയിട്ടാണോ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെങ്കിലും നിങ്ങളുടെ പാസ്വേഡും നിങ്ങളുടെ ഐഡിയും നിങ്ങൾ എപ്പോഴും ഓർത്ത് വെക്കണം. യാതൊരു കാരണവശാലും നിങ്ങളുടെ ഐഡിയും പാസ്വേഡും നിങ്ങൾ മറന്നു പോകരുത്. അത് മറന്നുപോയാൽ പിന്നെ ബാക്കി പ്രൊസീജിയേഴ്സൊക്കെ താളം തെറ്റും കേട്ടോ. പിന്നെ നിങ്ങൾ ആധാർ കാർഡിൻ്റെ ഒരു കോപ്പി നിങ്ങൾ കൈമുവെക്കുന്നത് നല്ലതാണ്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ക്ലബ്ബിൽ നിങ്ങൾക്ക് ഓൾറെഡി എന്ത് ചെയ്യും, നിങ്ങൾ +1 അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ ക്ലബ്ബിൽ അംഗമായിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ ചോദിക്കും. അപ്പോൾ അതൊക്കെ നിങ്ങൾ ട്രൈ ബ്രേക്കറിൽ നിങ്ങൾ ഏത് സ്കൂളിൽ നിങ്ങൾ ആഗ്രഹിച്ച കോഴ്സ് തിരഞ്ഞെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനൊക്കെ ഉപകാരപ്പെടുന്ന ഒന്നാണ് ക്ലബ് സർട്ടിഫിക്കറ്റ്. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ക്ലബ്ബിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്, ക്ലബ്ബിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് നിങ്ങൾ എന്ത് ചെയ്യണം, കൈമ വെക്കുന്നത് നല്ലതാണ്. പിന്നെ നമുക്ക് ബോണസ് മാർക്കിന് അർഹതയുണ്ട്. ആ ബോണസ് മാർക്കിന് അർഹത ഉണ്ടെങ്കിൽ നിങ്ങൾ NCC, ലിറ്റിൽ കൈറ്റ്സ്, സ്കൗട്ട്, ഗൈഡ്, JRC അതൊക്കെ അംഗമായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ്, അതേപോലെ നിങ്ങൾ ഗ്രേസ് മാർക്ക് ആഡ് ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ്, നിങ്ങൾ സ്റ്റേറ്റ് ലെവൽ എന്തെങ്കിലും പങ്കെടുക്കുന്നത് അതിൻ്റെ സർട്ടിഫിക്കറ്റ് നിങ്ങൾ കൈമ വെക്കുന്നത് എന്താണ് നല്ലതാണ്. ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് പുറമെ ചിലപ്പോൾ നിങ്ങൾക്ക് ഇൻകം സർട്ടിഫിക്കറ്റോ കാസ്റ്റ് സർട്ടിഫിക്കറ്റോ വേണ്ടി വന്നേക്കാം. അത് നിങ്ങൾ ആ ഒരു ആനുകൂല്യത്തിൻ്റെ പരിധിയിൽപ്പെടുന്ന ആളുകളാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്തേക്കാം, ഇൻകം സർട്ടിഫിക്കറ്റും കാസ്റ്റ് സർട്ടിഫിക്കറ്റും വേണ്ടി വന്നേക്കാം. പക്ഷേ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ ഇതിനൊക്കെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്താൽ മതി. എനിക്കുണ്ട് എന്ന് മാർക്ക് ചെയ്താൽ മതി. നിങ്ങൾ സ്കൂളിൽ അഡ്മിഷന് പോകുന്ന സമയത്താണ് ഈ സാധനങ്ങളൊക്കെ നിങ്ങൾ കയ്യിൽ കരുതുന്നത്. നിങ്ങൾ ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ആധാർ നമ്പർ അവിടെ അടിച്ചു കൊടുക്കുക, നിങ്ങൾ മാർക്ക് അവിടെ അടിച്ചു കൊടുക്കുക, നിങ്ങൾ പിന്നെ ക്ലബ്ബുകളിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ അത് അടിച്ചു കൊടുക്കുക, നിങ്ങൾക്ക് ബോണസ് മാർക്ക് ആർക്കുന്ന അത് അടിച്ചു കൊടുക്കുക. നിങ്ങൾ ഇതൊക്കെ കിട്ടിയ ശേഷം അലോട്ട്മെൻറ്റ് കിട്ടിയതിന് ശേഷം നിങ്ങൾ സ്കൂളിൽ അഡ്മിഷനായിട്ട് പോകുമ്പോഴാണ് ഈ കാര്യങ്ങൾ നിങ്ങൾ കൂടുതലായിട്ട് കൈമിൽ കരുതുന്ന ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇത്തരം അപ്ഡേറ്റ്സിനായിട്ട് നാഫി.ഡിജിപോഡ് എന്ന ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്യുന്നു.